മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തുമില്ലാതായെന്ന് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആദ്യം ഒരു പെൺകുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി, ആക്രമിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് കൊന്നതാണെന്ന് അറിയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുണ്ട്. പക്ഷേ ഈ സർക്കാരും പോലീസും അത് പൂഴ്ത്തിവെച്ചു. ഞാനും ജബിയും അടക്കം ഞങ്ങളെല്ലാവരും പോയി ആ വീട്ടിൽ പോയതാണ്. ഈ പോഡിയത്തേക്കാൾ ചെറിയൊരു കൂര, അതിനകത്ത് ആ കുഞ്ഞിന് നേരെ നിവർന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തടുത്ത് കേരള പോലീസ് പറയുക ആ കുഞ്ഞ് കെട്ടിത്തൂക്കിയതാണെന്ന്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങിയതാണെന്ന് പറയുമ്പോ അന്ന് അവിടെ ചെന്നവരടക്കം മനസാക്ഷിയുള്ള ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ തൂങ്ങി മരിച്ചതല്ല, അവരെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന്. അവസാനം ആ കേസ് നേരെ അന്വേഷിക്കാത്തോണ്ട് രണ്ടാമത്തെ കുഞ്ഞിനും അതേ ഗതി തന്നെ വന്നു. പ്രിയപ്പെട്ടവരെ, ആകെയുള്ള രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മ കണ്ണീർ കടലായി കേരള സാമൂഹ്യ മനസാക്ഷിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പോലീസ് സംവിധാനത്തോടും സംസ്ഥാനത്ത് ഓരോ CPM നേതാക്കന്മാരോടും സംസ്ഥാനത്ത് പുരോഗമനം പറയുന്ന, സ്ത്രീപക്ഷം പറയുന്ന PK ശ്രീമതി അടക്കമുള്ള CPMന്റെ വനിതാ നേതാക്കന്മാരോടും കെഞ്ചി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ അഡ്വക്കേറ്റ് ജബി മേത്തർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ടൗണിലെ വെള്ളാപ്പൂർ റോഡ് ജംഗ്ഷനിൽ വെച്ച് മഹിളാ സാഹസ് യാത്രയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.